എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി സാമ്പാറുമാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ഇഡ്ഡലി സാമ്പാറിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ സാമ്പാർ തയ്യാറാക്കാനായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ പീസ് നാരങ്ങാക്കൊമ്പ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, 4 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ ക്യാരറ്റ്, പിന്നെ ഉള്ളത് 2 ഉരുളക്കിഴങ്ങ്, ഒരു വഴുതിന, പിന്നെ നമ്മൾ മുരിങ്ങാക്കായ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഉള്ളത് പച്ചമുളകാണ്, ബീൻസ്, അതുപോലെ ക്യാപ്സിക്കം, മല്ലിയില, കറിവേപ്പില. ഇനി നിങ്ങൾക്ക് ഇതേ വെജിറ്റബിൾസ് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, ഏത് വെജിറ്റബിൾസും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ താലോലി, അതുപോലെ പടവലം, അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. താലോലി ഉള്ള ഇഡ്ഡലി സാമ്പാർ എന്ന് വെച്ചാൽ വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ അത് ആ കഷ്ണം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ എടുത്തിട്ടുള്ളത്. പിന്നെ കഷ്ണങ്ങളുടെ വെജിറ്റബിൾസിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം, അതുപോലെ അതിൽ ഓരോന്നിൻ്റെയും അളവ് കുറച്ച് കുറക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഒരു ക്യാരറ്റ്, അതുപോലെ ഒരു ഉള്ളി, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക്, കാരണം ഇഡ്ഡലിക്കാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്നത്, അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. നമുക്കിനി ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് കഴുകി നീറ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ നമുക്ക് ആദ്യം പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പരിപ്പ് കുക്കറിൽ വേവിച്ചെടുക്കാം. ഒരു ഗ്ലാസ് തുവരം പരിപ്പ് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഒരു ചെറിയ ഗ്ലാസ്സിനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തുവരം പരിപ്പ്, അതുപോലെ നമ്മളെ നാട്ടിൽ ഈ ചുവന്ന പരിപ്പില്ലേ, ആ ചുവന്ന പരിപ്പൊക്കെ ഈ ഒരു സാമ്പാറിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ പരിപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റുന്ന പരിപ്പാണ്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കഴുകി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് ഇതിനൊരു 2 വിസിൽ മതിയാകും. വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. തക്കാളി, ഉള്ളി, പച്ചമുളക്, അതുപോലെ കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങ അധികമൊന്നും ആവശ്യമില്ല, ഏകദേശം ഒരു അരമൂടി തേങ്ങ മതിയാകും. പിന്നെ നമ്മൾ ഈ തക്കാളിയും ഉള്ളിയും ഇതൊക്കെ വേറെ തന്നെ എടുത്ത് വെച്ചത്, അത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. വഴറ്റിയെടുത്തിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു പാത്രം വെച്ച് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ വരും. ഇനി ഈ എണ്ണ ചൂടാവുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 2 ചെറിയ കഷ്ണം കറുകപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല, പകുതി ഭാഗം പച്ചമുളക് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർക്കുന്നില്ല, കുറച്ച് ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പകുതി ഭാഗം ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളർ മാറി വരുന്നത് വരെയൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർക്കുമ്പോൾ പകുതി ഭാഗമല്ല, കുറച്ചുകൂടെ അധികം ചേർത്ത് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഈ തക്കാളി വഴറ്റി എടുത്തു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. വഴറ്റി അതൊന്ന് അരച്ചെടുത്ത് നമ്മുടെ കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ അതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അതുകൊണ്ട് കുറച്ചധികം ഭാഗം തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ തന്നെ മതി, കാരണം നമ്മളിതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ എരിവ് തന്നെയായിരിക്കും ഈ ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റ്. ഇതിന് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർക്കാം. തേങ്ങ കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണുത്തതിന് ശേഷം വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്ക് ഈ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബാക്കി വെച്ചിട്ടുള്ള കറിവേപ്പിലയും മല്ലിയിലും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള തക്കാളിയും ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന്
മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് പരിപ്പാണ്, നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ്. അപ്പോൾ ആ പരിപ്പിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ പരിപ്പിലേക്ക് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക. കുറച്ചുകൂടെ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇത്തിരി കൂടെ നന്നായിട്ട് ഒന്ന് കലക്കിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ ഈ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിനി ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഇത് മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസോളം വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അധികം നൈസായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. ഒരു മീഡിയം ലെവലിൽ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ നന്നായിട്ട് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കണം. അപ്പോൾ നമ്മുടെ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോഴേക്കും നമുക്കൊരു ചമ്മന്തി കൂടെ അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് തേങ്ങ മാത്രം നമ്മളൊന്ന് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. തേങ്ങ മാത്രം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് അതിലേക്കൊരു 4 പച്ചമുളകും ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. അധികം നൈസായിട്ട് അരയ്ക്കാൻ പാടില്ല, കാരണം നമ്മുടെ ചമ്മന്തിയാണ്. അധികം നൈസായിട്ട് അരയ്ക്കേണ്ട. ഇനി അതിനൊരു വറവ് കൂടെ തയ്യാറാക്കാനായിട്ട് ഇവിടെ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ട് അതിലേക്ക് ചൂടാകുമ്പോൾ കടുക് അതുപോലെ ഉഴുന്ന് പരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചമ്മന്തി എന്ന് പറയുമ്പോൾ അതിന് ഉഴുന്ന് പരിപ്പൊക്കെ ഒരു നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട്. കറിവേപ്പിലയും 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് നമ്മുടെ ചമ്മന്തിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാമ്പാർ തയ്യാറാക്കുമ്പോൾ തന്നെ ആദ്യം വറവൊക്കെ തയ്യാറാക്കിയിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് വറവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ സാമ്പാറും ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കാം. നമ്മളിന്ന് വാഴയിലയിലാണ് ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ഈ വാഴയില നമ്മൾ ഈ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഇഡ്ഡലി ബാറ്റർ തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നലെ രാവിലെ തന്നെ ഒരു 4 ഗ്ലാസ് പുഴുങ്ങലരിയും 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്നും കൂടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരമായിരുന്നു അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരച്ച് വയ്ക്കുമ്പോൾ അധികം വെള്ളം ചേർക്കാതെ നല്ല കട്ടിയായിട്ടാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. മിക്സി തന്നെയാണ് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ടും മാവില്ല, ഇതിപ്പോൾ കുറച്ച് ഭാഗം മാറ്റി വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കോരി ഒഴിച്ച് കൊടുക്കാം. ഇല ആയതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല, എന്നാലും ഈ ഇലയിൽ ഉള്ള ഇഡ്ഡലി കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവുക. പിന്നെ നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലി തട്ടിൽ വെച്ചിട്ട് ഇതുപോലുള്ള ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് കുറച്ചധികം ഇഡ്ഡലി തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതിൽ ഇഡ്ഡലി കഴിക്കണമെങ്കിൽ ഇത്തിരി തണുത്തതിന് ശേഷം മാത്രമേ ഇതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഡ്ഡലി എന്ന് പറഞ്ഞാൽ ചൂടോടെയുള്ള ഇഡ്ഡലിയാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ സാധാരണ ഇപ്പോൾ നേരത്തെ കാണിച്ച പാത്രത്തിൽ തുണി വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ ഇഡ്ഡലി റെഡിയായി കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇല ആയതുകൊണ്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഷേപ്പൊന്നും ഇല്ലാത്തത്. ഇനി നമുക്ക് ബാക്കിയുള്ള ഇഡ്ഡലിയും കൂടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇപ്പോൾ ഇലയിലല്ല ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇലയ്ക്ക് പകരമായിട്ട് ഒരു തുണി വെച്ചിട്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ റെഡി ആയിട്ടുണ്ട്.
ഇപ്പോൾ ഇതാ നല്ല ചൂടോടുകൂടിയാണ് ഇരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അതിനടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പം മാത്രമേ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. താങ്ക് യു.